എൻ്റെ ഒരു കാലത്തെ കൗമാര ജീവിതം ഈ നടനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തമിഴിലെ മുതിർന്ന നടനായ ആർ മുത്തുരാമൻ്റെ മകൻ കാർത്തികുമായി. അലൈകൾ ഓയ്വതില്ലേ എന്ന ഭാരതിരാജ ചിത്രത്തിലൂടെ കടന്നു വന്ന കാർത്തിക് അതിവേഗം തമിഴ് സിനിമയിൽ ഇടം പിടിച്ചു. നവരസ നായകൻ എന്ന് തമിഴർ അദ്ദേഹത്തെ വിളിച്ചു. നവരസ നായകനെന്നാൽ എല്ലാ രസങ്ങളും അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഹാസ്യമായാലും ദുഃഖമായാലും പ്രണയമായാലും ക്രൗര്യമായാലും നൃത്തമായാലും ഒക്കെ മികവോടുകൂടി കാർത്തിക് അവതരിപ്പിച്ചു. അലൈകൾ ഓയ്വതില്ലേ എന്ന ചിത്രത്തിന് ശേഷം കാർത്തികിൻ്റെ കാലമായിരുന്നു തമിഴ് സിനിമയിൽ. വിജയകാന്ത്, പ്രഭു, രജനീകാന്ത്, കമൽഹാസൻ തുടങ്ങിയവർ വാണ തമിഴ് സിനിമയിൽ കാർത്തിക് അതിവേഗം കുതിച്ചുയർന്നു. രജനീകാന്തും കമൽഹാസനും കഴിഞ്ഞാൽ, വിജയകാന്തും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി കാർത്തിക് അക്കാലത്ത് മാറി. ഭഗവതിപുരം റെയിൽവേ ഗേറ്റ്, രാജതന്ത്രം, വണ്ണ കനവുകൾ, കിഴക്കുവാസൽ, വർഷം 16, അഗ്നി നക്ഷത്രം, ഇതയത്താമരൈ, ഗോപുര വാസലീലൈ, പൊന്നുമണി, ഉള്ളത്തെ അള്ളിത്ത, മേട്ടുക്കുടി, നാടോടിത്തെன்றൽ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ആർക്കാണ് മറക്കാൻ കഴിയുക? ഇതെല്ലാം കാർത്തികിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു. കാർത്തികിൻ്റെ വ്യക്തിപരമായ ദൗർബല്യങ്ങളാണ് അദ്ദേഹത്തെ തകർച്ചയിലേക്ക് നയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം അദ്ദേഹം വിവാഹം കഴിച്ചത് നടി രാഗിണിയെയാണ്. സോളക്വീൽ എന്ന ചിത്രത്തിൽ തൻ്റെ സഹനടിയായി അഭിനയിച്ച രാഗിണിയെ 1989 വിവാഹം കഴിച്ചു കാർത്തിക്. ആ ദമ്പതികളിലുണ്ടായ മകനാണ് നടൻ ഗൗതം കാർത്തിക്. പിന്നീട് രാഗിണിയുടെ അനുജത്തി രതിയെ വിവാഹം കഴിച്ചു. ചേട്ടത്തെയും അനുജത്തെയും വിവാഹം കഴിച്ച് ഒതുങ്ങിക്കൂടിയില്ല കാർത്തിക്. നടി ശ്രീപ്രിയയുമായി ലിവിങ് ടുഗദർ ജീവിതം ആരംഭിച്ചു അദ്ദേഹം. തന്നോടൊപ്പം അഭിനയിക്കുന്ന നടികളെ യൂസ് ചെയ്യുക കാർത്തികിൻ്റെ ശീലമായിരുന്നു. അത് കാർത്തികിന് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി സ്ത്രീകൾക്കിടയിൽ തമിഴ്നാട്ടിൽ. മറ്റൊന്ന്, കാർത്തികിൻ്റെ മദ്യത്തോടും മയക്കുമരുന്നിനോടുമുള്ള ആസക്തിയായിരുന്നു. മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായ കാർത്തിക് ഡേറ്റുകൾ തെറ്റിച്ചു. പല സിനിമകളിലും ഒപ്പുവെച്ച ശേഷം അഭിനയിക്കുന്നതിൽ നിന്ന് പിന്മാറി. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കാർത്തികിനെതിരെ നടികർ സംഘത്തിന് പരാതി നൽകുന്ന അവസ്ഥ വരെ ഉണ്ടായി. പണം അഡ്വാൻസായി വാങ്ങിയ ശേഷം ചിത്രത്തിൽ അഭിനയിക്കാതിരിക്കുക എന്നത് കാർത്തികിൻ്റെ ശീലമായി മാറി. ആ ശീലമാണ് കാർത്തികിനെ അതിവേഗം ഔട്ടാക്കിയത്. ഔട്ടായപ്പോൾ വിജയും അജിത്തും ആ ഗ്യാപ്പിൽ ഉദിച്ചുയർന്നു. വിജയും അജിത്തും പ്രശാന്തുമൊക്കെ പുതുമുഖ താരങ്ങളായി മിന്നിത്തിളങ്ങിയപ്പോൾ കാർത്തിക് ക്ലീൻ ബൗൾഡായി മാറി തമിഴ് സിനിമയിൽ നിന്നും. പിന്നീട് കാർത്തിക് ഒരു പ്രസ്താവന നടത്തി. താൻ മയക്കുമരുന്നിൽ നിന്ന് മോചനം നേടിയിരിക്കുകയാണെന്നും സിനിമയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന. അതിനുശേഷം അദ്ദേഹത്തിന് ഉപനായക വേഷങ്ങളും വില്ലൻ വേഷങ്ങളും ലഭിച്ചു. ധനുഷിൻ്റെ അനേകൻ എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ വില്ലൻ വേഷമാണ് കാർത്തിക് അവതരിപ്പിച്ചത്. മിസ്റ്റർ ചന്ദ്രമൗലി എന്ന ചിത്രത്തിൽ മകൻ ഗൗതം കാർത്തികുമായി അദ്ദേഹം അഭിനയിച്ചു. രാവൺ എന്ന ചിത്രത്തിൽ ചെറിയ റോളിൽ, മണിരത്നത്തിൻ്റെ രാവൺ എന്ന ചിത്രത്തിൽ ചെറിയ റോളിൽ അഭിനയിച്ചു. കാർത്തിക് രാഷ്ട്രീയത്തിലേക്കും തിരിഞ്ഞു. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. പിന്നീട് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കുമായി തെറ്റിപ്പിരിഞ്ഞ് അഖില ഇന്ത്യ നാടാലും മക്കൾ കച്ചി ഉണ്ടാക്കി. അഖില ഇന്ത്യ നാടാലും മക്കൾ കച്ചി തൊട്ടില്ല തമിഴ്നാട്ടിൽ. പിന്നെ മനിത ഉയർമകൾ കാക്കും കച്ചി ഉണ്ടാക്കി. AIDMKയുമായി സഖ്യത്തിലായി. AIDMKയുമായി അതിവേഗം പിണങ്ങിപ്പിരിഞ്ഞ് രാഷ്ട്രീയം അതോടെ ഉപേക്ഷിച്ചു കാർത്തിക്.
കാർത്തിക് ഇപ്പോഴും തമിഴ് സിനിമയിൽ ചെറിയ ചെറിയ റോളുകളിൽ വരുന്നു. അവസാന കാലത്ത് കാർത്തിക് ഒരു തിരിച്ചുവരവിനൊക്കെ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ തുടർച്ചയായ പരാജയങ്ങൾ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് ഇടിച്ചു. മാത്രമല്ല അദ്ദേഹം അഭിനയിക്കുന്നതിനോട് അദ്ദേഹത്തെ അഭിനയിപ്പിക്കുന്നതിൽ പലർക്കും താല്പര്യമില്ലായിരുന്നു. കാരണം മുൻപ് അദ്ദേഹം കാണിച്ച പ്രവൃത്തികൾ അങ്ങനെയായിരുന്നു. ഡേറ്റ് നൽകിയ ശേഷം അഭിനയിക്കാതിരിക്കുക, പണം മുൻകൂറായി പറ്റിയ ശേഷം അഭിനയിക്കാതിരിക്കുക, പണം തിരിച്ചു കൊടുക്കാതിരിക്കുക. ഇങ്ങനെ തമിഴ് സിനിമയിലെ ധൂർത്തനായ അല്ലെങ്കിൽ അരാജകവാദിയായ ഒരു നടനായി കാർത്തിക് മുദ്ര കുത്തപ്പെട്ടു. എല്ലാ തരത്തിലും കാർത്തിക് അരാജകവാദിയായിരുന്നു. കാർത്തികിൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് ശിവാജി ഗണേശൻ്റെ മകൻ പ്രഭു ആയിരുന്നു. പ്രഭുവുമൊത്ത് അഗ്നിനക്ഷത്രം, ഇരുമ്പ് പൂക്കൾ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഈ രണ്ട് ചിത്രങ്ങളും വലിയ ഹിറ്റായിരുന്നു. അഗ്നിനക്ഷത്രം മണിരത്നം സംവിധാനം ചെയ്ത ചിത്രമാണ്. കാർത്തിക് ഇപ്പോൾ തൻ്റെ അടുത്തിടെ കാർത്തികിന് അനാരോഗ്യം പിടിപെട്ടു. അദ്ദേഹം ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. സിനിമയിൽ അദ്ദേഹത്തിന് നല്ല വേഷങ്ങൾ ലഭിക്കട്ടെ എന്ന് സിനിമാ കേരള ആശംസിക്കുന്നു.